ഒരു ഭാഗത്ത് വീട്ടിൽ നിന്നും അകന്നുപോയവർ, മറുഭാഗത്ത് വീട്ടുകാരെ കാണാതെ ഒറ്റപ്പെട്ടു പോയവർ. വേദനിക്കുന്നവരെ സ്നേഹം കൊണ്ട് കൂട്ടിക്കെട്ടി ശിവൻ സന്തോഷത്തിൻ്റെ ചിരി പടർത്തി. അപ്പോൾ അവർ ശിവനെ ഭഗവാൻ എന്ന് വിളിച്ചു, ദൈവത്തിൻ്റെ പേരുള്ള മനുഷ്യനെന്ന്. ഒരു ദിവസം ഞാൻ നടക്കാൻ പോകുമ്പോൾ രാവിലെ അവിടെ പൊറ്റമ്മലെത്തിയപ്പം 7 മണിയായിട്ടുണ്ട്. രാവിലെ ഒരു ഫോണ് വന്നിരുന്നു. വേറെ ഒന്നുമല്ല, അപ്പോൾ ഭഗവാനേ സാം വന്നേ പാടി തന്നെ പറയുന്നത്. ഞാൻ പറഞ്ഞ കരഞ്ഞും കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഉപ്പയാണ്, അതിൻ്റെ മോൻ അവിടെ ഉണ്ട്. ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയും 2-3 മാസമായി മോൻ പോയിട്ട് പിന്നെയാണ് ഇയാൾ കഥ പറയുന്നത്. വേറൊരു കുട്ടിയുണ്ട് ഇവൻ്റെ കൂടെ, ഇവൻ്റെ ക്ലാസ്മേറ്റ്. ഇവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുക. അടുത്ത വീട്ടിലെ ഉത്സവം കാണാൻ വേണ്ടി പോയതാണ്. അവിടുന്ന് പോയി മറ്റേ കുട്ടി വീട്ടിലെത്തി ഇവൻ വഴി തെറ്റിപ്പോയി. അവർ അന്ന് മുതൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇത് അവിടെ കിട്ടുന്നത്. ഉടനെ തന്നെ ഓടി വന്ന് കുട്ടീനെ പോയി. ഞാനൊരു 5-6 വർഷം മുമ്പേ ഈ മെൻ്റൽ ഹോസ്പിറ്റലിൽ യാദവ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇയാൾ യാദവ് എന്ന് മാത്രമേ പറയുള്ളൂ. അങ്ങനെ അയാളെ ഞാൻ എടുത്തെത്തും. ഞാൻ ചോദിച്ചു, അവർക്ക് ഗാവ് കഹാ ഹൈ, നാം ക്യാ ഹൈ? അപ്പോൾ യാദവ് എന്ന് പറയും. ഗാവ് കഹാ ഹൈ? അയാൾ ഒന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറയുകയാണ് ജൽന. ഒരു 15 വർഷം ഇയാൾ അവിടെ നാട് വിട്ടു പോയിട്ട് അത് ഇയാളുടെ അമ്മ ഇയാളുടെ പൂജിച്ച് തിരിച്ചെടുക്കുന്ന ആ ഒരു രംഗം. ചില രോഗികൾ ഒന്നും മിണ്ടില്ല, ചില രോഗികൾ അടുത്തിരിക്കുമ്പോൾ നടനം തരും. അതുവരെ ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല. രോഗം മാറിയിട്ടും രോഗികൾക്കൊപ്പം ആശുപത്രിയിൽ കഴിയേണ്ടി വരുന്നവരുടെ അവകാശങ്ങളെക്കുറിച്ചാണ് ശിവൻ ചിന്തിച്ചത്. അവരുടെ അവകാശം ഉറപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നതും. കാണാതായവരെ തിരിച്ചു കിട്ടുമ്പോൾ മുഖത്തു കാണുന്ന സന്തോഷമാണ് ശിവന് ലഭിക്കുന്ന പ്രതിഫലം. മരിച്ചുപോയെന്ന് കരുതിയവരെ പോലും ശിവൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. മരിച്ചുപോയ ആളെ അവർ ബോഡി ക്രിമേറ്റ് ചെയ്തിട്ട് വീണ്ടും അയാൾ ഇവിടെ കണ്ടുമുട്ടി. അയ്യോ, മധ്യപ്രദേശിലുണ്ടായ സംഭവമാണത്. രണ്ടാമത് അമ്മേനെ ഇവിടെ വന്ന് കൊണ്ടുപോയപ്പോൾ അവർക്കുണ്ടായ അത്ഭുതം അത് അവിടുത്തെ പേപ്പറിലൊക്കെ കൊടുത്തിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോലിയാണ് ശിവനെ ഇതിന് പ്രാപ്തനാക്കിയത്. ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു, ജോലി ചെയ്തു. ഏത് നാടും ഏത് പ്രദേശവും മനഃപ്പാഠമാണ്. ആ ഭൂപടം വെച്ച് ശിവൻ ഉറ്റവർക്കും ഉടയവർക്കുമായി സഞ്ചരിച്ചു. 2015 മുതൽക്കാണ് ഞാനത് തുടങ്ങിയിട്ട് 10 വർഷം കൊണ്ട് ഒരു 410 പേര് നമ്മൾ ഗവൺമെൻറ് മെൻ്റൽ ഹോസ്പിറ്റലിലും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വെള്ളിപ്പാട് കുന്നിലെ ആശാഭവനിലും ഷോർട്ട് സ്റ്റേ ഹോം, തലശ്ശേരി മഹിളാ മന്ദിരം, തവനൂർ റെസ്ക്യൂ ഹോം, അവിടുന്നൊക്കെ ഒരു 410 പേര്. സ്വീകരിക്കാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരോട് ഞാൻ എന്ത് പറയും, അവിടുത്തെ കലക്ടറെ വിളിക്കും, അല്ലെങ്കിൽ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറെ വിളിക്കും, അല്ലെങ്കിൽ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിനെ വിളിക്കും. ഈ മെൻ്റലായിട്ട് ഇങ്ങനത്തെ വഴി തെറ്റി വരുന്ന ആൾക്കാർ 99%ഉം ദേ ആർ വെരി പുവർ ആൻഡ് ഇല്ലിറ്ററേറ്റ് ട്രൈബൽസും ആയിരിക്കും. അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള പൈസയും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യും, SHOമാരോടോ DYSPമാരോടോ റിക്വസ്റ്റ് ചെയ്യും. ഒക്കെ മാറി ഒരാളെ വീണ്ടും അവിടെ ഇട്ട് ഇങ്ങനെ നരകിക്കുക എന്ന് പറയുന്നത് അത് കാണുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഒന്നുകിൽ അവർ ഇപ്പം നമ്മൾ ഒരു കേരളത്തിലേത് ഏതെങ്കിലും ഒരു അജ്ഞാതമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ബന്ദ് ചെയ്ത് വെച്ചാൽ, നമ്മൾ പൂട്ടി വെച്ചാൽ നമ്മളുടെ വികാരം എന്തായിരിക്കും, നമ്മൾ ഇഞ്ചായിട്ട് മരിക്കുക ചെയ്യുന്നത്. അവരെ നേരെ കേരളത്തിലെത്തിയപ്പോൾ 99% ഓക്കെ ആവും, സ്വന്തം നാട്ടിലെത്തിയാൽ. അരുൺ കിഷോറിനൊപ്പം CK വിജയൻ, മാതൃഭൂമി ന്യൂസ്.